കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രശസ്തമായ ഒരു മഹാവിഷ്ണുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗ്രന്ഥമാണ് നാരായണീയം. നാരായണീയം വായിക്കുന്നത് ഒരുപാട് ദോഷങ്ങളിൽ നിന്ന്, അതായത് നമ്മളെ ബാധിക്കുന്ന ആ ദോഷങ്ങളിൽ നിന്ന് ഭഗവാന്റെ ആ പ്രൊട്ടക്ഷൻ ലഭിക്കാനും, അതുപോലെ തന്നെ ആത്മീയമായ ഉന്നതി നേടാനും, സമ്പൽ സമൃദ്ധിക്കും, നമ്മളുടെ മുൻപിലുള്ള തടസ്സങ്ങളെയൊക്കെ നീക്കം ചെയ്യാനും, സമാധാനത്തിനും എല്ലാറ്റിനും നല്ലതാണ്. അതിനേക്കാളുപരി നമുക്ക് കേട്ടറിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഓരോ അസുഖങ്ങൾ വരുമ്പോൾ അസുഖം മാറാനായിട്ട് നാരായണീയം വായിച്ചിട്ട് ഗുണമുണ്ടെന്ന്. ഞാൻ മുമ്പ് ഇതേപ്പറ്റിയൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് അസുഖങ്ങൾ മാറാനായിട്ട് നമ്മൾ നാരായണീയം ചൊല്ലുകയാണെങ്കിൽ നമുക്ക് എന്തസുഖവും മാറിപ്പോകുന്ന, പ്രത്യേകിച്ച് വാതരോഗമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നാരായണീയം വളരെ നല്ലൊരു ഗ്രന്ഥമാണ്. വായിക്കുകയാണെങ്കിൽ അത് മാറിപ്പോവാൻ, പ്രത്യേകിച്ച് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അറിയാവുന്ന ഒരാൾക്ക് യൂറിക് ആസിഡ് വന്നിട്ട് ഈ നാരായണീയം എന്ന ഗ്രന്ഥം വായിച്ചതിന് ശേഷം നല്ല മോചനം ലഭിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തെ അലട്ടിയിട്ടേ ഇല്ല. അതായത് മരുന്ന് കൊണ്ട് മാറാൻ പറ്റാത്ത ഒരു അതുപോലും ഇഫക്റ്റീവ് അല്ലാത്ത രീതിയിൽ അത്രയും വേദന വന്നിട്ട് എത്രയും മരുന്ന് കഴിച്ചിട്ട് മാറാണ്ടിരുന്നിട്ട് അദ്ദേഹം ഈ നാരായണീയം തുടർച്ചയായി വളരെ നിഷ്ഠയോടുകൂടി വായിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഈ യൂറിക് ആസിഡ് മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും നമുക്കൊരു വിശ്വാസമാണ് പ്രാധാന്യം. അപ്പോൾ ഈ നാരായണീയത്തിന് ഒരു ഉത്ഭവമുണ്ട്. നാരായണീയം എഴുതിയത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടാണ്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിനെ അദ്ദേഹത്തിൻ്റെ ഗുരുവിന് പക്ഷപാതം വന്ന് കിടപ്പിലായി. അങ്ങനെ വന്നപ്പോൾ ഗുരുവിന് ഇത് വന്നതിൽ വളരെ ദുഃഖം തോന്നി. ഭട്ടതിരി ഭഗവാനോട് പ്രാർത്ഥിച്ച് ഈ രോഗത്തെ, ഈ വാതരോഗം എൻ്റെ ശരീരത്തിലാക്കണേന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം അദ്ദേഹത്തിന് തന്നെ, അതായത് ഗുരുവിന് മാറുകയും ഭട്ടതിരിക്ക് അത് വരികയും ചെയ്തു. ഇങ്ങനെ ഭട്ടതിരി വാതരോഗത്തിന് അടിമയായി മാറി. അപ്പോൾ ഭട്ടതിരിയോട് പല സുഹൃത്തുക്കളും പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ നടയിലെത്തി പ്രാർത്ഥിക്കൂ, അവിടെ ഭജന ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു. അതുമാത്രമല്ല, എഴുത്തച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞു. എഴുത്തച്ഛൻ പറഞ്ഞു മീൻ തൊട്ട് കൂട്ടുവാൻ. അതായത് മീൻ തൊട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് മീൻകറി തൊട്ട് കൂട്ടാനല്ല എഴുത്തച്ഛൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, വിഷ്ണുവിൻ്റെ കഥ പറയുന്ന ഭാഗവതത്തിൽ, ശ്രീകൃഷ്ണൻ്റെ കഥ പറയുന്ന ഭാഗവതത്തിൽ മത്സ്യാവതാരം തൊട്ട് അത് തുടങ്ങി എഴുതാൻ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ മത്സ്യാവതാരം തൊട്ട് എഴുതാനായിട്ട് ഗുരുവായൂർ അദ്ദേഹം പോയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് 100 ദിവസങ്ങൾ വേണ്ടി വന്നു ഈ നാരായണീയം എന്നുള്ള കൃതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ ദശകത്തിലും ഉണ്ട് അദ്ദേഹം അയ്യോ എൻ്റെ വാതരോഗം മാറ്റണേ, എൻ്റെ വാതരോഗം മാറ്റണേ എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് നിർത്തുന്നത്. ഭഗവാനെ ഒരുപാട് പ്രകീർത്തിക്കുന്നുണ്ട്. ഈ ഭഗവാൻ അവസാനം എൻ്റെ ഈ ദുരിതങ്ങളിൽ നിന്ന്, എൻ്റെ ഈ വാതരോഗത്തിൽ നിന്ന് എന്നെ ഒന്ന് മോചിതനാക്കണേന്ന് പറഞ്ഞിട്ടാണ് പല ശ്ലോകങ്ങളും നിൽക്കുന്നത്, പല ദശകങ്ങളും നിൽക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ വെച്ച് അദ്ദേഹം ഓരോ ദശകങ്ങൾ വെച്ചിട്ട് എഴുതി. അങ്ങനെ ഓരോ ദിവസം ഓരോ ദശകം വെച്ച് അങ്ങനെ 100 ദിവസം കൊണ്ട് അത് പൂർത്തിയായി. അപ്പോൾ 100ാമത്തെ ദശകത്തിൽ അദ്ദേഹം എഴുതിയതിനു ശേഷം, അത് എഴുതി പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തിന് മഹാവിഷ്ണുവിൻ്റെ ദർശനം ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാതരോഗം അദ്ദേഹത്തെ വിട്ട് പോയി എന്നും, അതായത് ആ അസുഖത്തിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായി മോചനം നേടിയെന്നാണ് പറയപ്പെടുന്നത് ഈ നാരായണീയം എഴുതി തീർന്നതിന് ശേഷം. അങ്ങനെയാണ് നാരായണീയത്തിൻ്റെ കഥ വരുന്നത്. നാരായണീയവും ജ്ഞാനപ്പാന എഴുതിയത് പൂന്താനാണല്ലോ. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയും നാരായണീയം ഭട്ടതിരിയുടെ നാരായണീയവും
ഒരേ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് എഴുതി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വളരെ വിശേഷപ്പെട്ട ഒരു 2 കൃതികൾ, അത്രയും ഭഗവാന് പ്രിയപ്പെട്ട 2 കൃതികളായിട്ടാണ് ഇത് രണ്ടും അറിയപ്പെടുന്നത്. അപ്പോൾ നാരായണീയം അതുപോലെ തന്നെ പ്രാധാന്യം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസുഖങ്ങൾ മാറാനും നമുക്ക് സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. നമ്മൾ എല്ലാത്തിനും നല്ലതാണെന്നാണ് പറയുന്നത്. എല്ലാ ദോഷങ്ങളും നമ്മൾ നിരന്തരം നാരായണീയം വായിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ ആ പ്രൊട്ടക്ഷൻ നന്നായി, അത് നമ്മൾ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി വായിക്കുക. നമ്മൾ മലയാള വിവർത്തനങ്ങളുണ്ടാവും. ശരിക്കും ഇത് സംസ്കൃതത്തിലാണ് എഴുതിയിരുന്നത്, പിന്നീട് മലയാള വിവർത്തനങ്ങളൊക്കെ വന്നു. അപ്പോൾ നമ്മൾ ഈ മലയാള വിവർത്തനങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ടാവും, ഓരോ ശ്ലോകങ്ങളുടെ അർത്ഥങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഈ അർത്ഥം കൂടി വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ്, അപ്പോൾ നമുക്ക് അതിൻ്റെ അതിൽ പറയുന്നുണ്ട് ഭഗവാന്റെ, അതായത് വിഷ്ണു ലോകത്ത് പോയിട്ട് കണ്ട കഥകൾ വരെ, അതുവരെ അതിൽ വളരെ വ്യക്തമായി എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ വിഷ്ണു ലോകത്ത് എന്ന് വരെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനും എല്ലാത്തിനും നമ്മൾ അതിൻ്റെ വിവർത്തനവും അർത്ഥവും ഒക്കെ മനസ്സിലാക്കി വായിക്കുകയാണെങ്കിൽ അതിനൊക്കെ കൂടുതൽ ഫലമുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു മന്ത്രം ചൊല്ലുകയാണെങ്കിലും ഒരു ഗ്രന്ഥം വായിക്കുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ അർത്ഥങ്ങളിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ പിന്നീട് അതൊക്കെ വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും അർത്ഥങ്ങൾ ഓർമ്മ വരികയും, അപ്പോൾ കൂടുതൽ നമുക്ക് ആ ഫലം കിട്ടാനായിട്ട് ആ ഒരു ഗ്രന്ഥം വായിക്കുന്നതിൻ്റെ ഒരു ഇഫക്റ്റ് നമുക്ക് ഉണ്ടാവാനായിട്ട് കൂടുതൽ സഹായകമായി തീരുകയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ദശകം 1 തുടങ്ങുന്നത് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും തുടങ്ങിയാണ്. അവിടം തുടങ്ങി ദശകം 100 ഭഗവാന്റെ കേശാദിപാദം അത് മുഴുവനായി വർണ്ണിക്കുന്നു. അതായത് മൊത്തത്തിൽ ഈ ഭഗവാന്റെ അടിതൊട്ട് മുടി വരെ എന്ന് പറയില്ലേ, അതുപോലെ വർണ്ണിക്കുന്ന ഭാഗങ്ങളാണ്. അങ്ങനെ മൊത്തം 100 ദശകങ്ങളിലായിട്ടാണ്. അതുപോലെ 10 ശ്ലോകങ്ങൾ വെച്ചിട്ടുണ്ട്. ഓരോ ചിലതിൽ ഏറിക്കുറഞ്ഞിരിക്കുന്നുണ്ട്. അതായത് ചില ദശകങ്ങളിൽ 10 ശ്ലോകത്തിനേക്കാൾ കൂടുതലായിട്ടും ഇതിൽ കാണാനുണ്ട്. പിന്നെ ഈ നാരായണീയം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്, അതായത് ഭട്ടതിരിപ്പാടിന് 27 വയസ്സായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സത്യത്തിൽ ഭാഗവതത്തെ ബേസ് ചെയ്തിട്ടാണ് നാരായണീയം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഭാഗവതത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതും നാരായണീയത്തിൻ്റെ ഒരു സവിശേഷതയാണ്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഗുരുവായൂരപ്പൻ്റെ ഡയറക്റ്റ് ഒരു കൃതിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അതിൽ പറയുന്നത് ഗുരുവായൂരപ്പ അനുഭവം വരാനായിട്ട് നമുക്ക് ഏറ്റവും സഹായിക്കുന്ന ഒരു കൃതിയാണ്. കാരണം ഗുരുവായൂരപ്പനെ എപ്പോഴും വിളിച്ചിട്ടാണ് അത് എഴുതുന്നത്. എപ്പോഴും ഗുരുവായൂരപ്പനെ പറ്റി തന്നെയാണ് ഭട്ടതിരി അതിൽ പറയുന്നതും ചിന്തിക്കുന്നതും ഭക്തിപൂർവ്വം ഓർക്കുന്നതും. ആ നടയിലിരുന്നാണ് തന്നെയാണ് എഴുതിയത്. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ഡയറക്റ്റായിട്ടുള്ള ഒരു ഫീലും അതുപോലെ തന്നെ കൂടുതൽ നല്ലൊരു റിലേഷൻ ഉള്ള ഒരു കൃതിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭട്ടതിരിയുടെ നാരായണീയം. അപ്പോൾ എല്ലാവരും അത് വായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ വായിക്കുക. ദുഃഖങ്ങളിൽ നിന്നും മോചനം ഉണ്ടാവട്ടെ. എല്ലാ ശാരീരിക അസുഖങ്ങളിൽ നിന്നും അസുഖമുള്ളവരൊക്കെ നിരന്തരം അത് വായിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.